കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി, കുരുന്നുകൾക്കൊരു കരുതലായി, കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അടൂർ. ആത്മഹത്യാ കേന്ദ്രമായ ഏനാത്ത് പാലത്തിന്റെ കൈവരികളിൽ ഇരുമ്പ് നെറ്റ് സ്ഥാപിക്കുമെന്ന ഉറപ്പു പാലിക്കാതെ അധികൃതർ. വർഷങ്ങളായി ജനങ്ങൾ ഒന്നാകെ മുറവിളി കൂട്ടിയിട്ടും ഇക്കാര്യത്തിൽ LDF സർക്കാർ ഒന്നും ചെയ്യാതെയാണ് പടിയിറങ്ങുന്നത്. ഏനാത്ത് പാലത്തിൽ നിന്ന് കല്ലടയാറ്റിൽ ചാടുന്നവരുടെയും അപകടത്തിൽപ്പെടുന്നവരുടെയും എണ്ണം വർദ്ധിക്കുമ്പോഴും വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. കേരളത്തിലെ നമ്പർ 1 സ്റ്റേറ്റ് ഹൈവേ കടന്നു പോകുന്ന MC റോഡിൽ കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ തെക്കൻ കവാടമായ ഏനാത്തുപാലം കൊല്ലം ജില്ലയിലെ കുളക്കട, പത്തനംതിട്ട ജില്ലയിലെ ഏനാത്ത് ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്നു. കൊട്ടാരക്കര MLAയും സംസ്ഥാന ധനമന്ത്രിയുമായ KN ബാലഗോപാലും അടൂർ MLAയും നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയം ഗോപകുമാറും ഇക്കാര്യത്തിൽ വേണ്ടത്ര താൽപര്യം കാട്ടിയില്ലെന്നും ആക്ഷേപമുണ്ട്. 2025 ജൂലൈ 7 ഇത് സംബന്ധിച്ച അടൂർ ന്യൂസിന്റെ വിഷ്വൽ ന്യൂസ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് പരിശോധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പൊതുമരാമത്ത് പാലം വിഭാഗത്തിന് മന്ത്രി നിർദ്ദേശം നൽകിയതായി അടൂർ ന്യൂസിന് ജൂലൈ 30 അറിയിപ്പ് ലഭിക്കുകയും പിന്നീട് ബന്ധപ്പെട്ട അധികൃതർ അടൂർ ന്യൂസിലേക്ക് വിളിച്ച് വിവരങ്ങൾ ആരായുകയും ചെയ്തിരുന്നു. എന്നാൽ പാലം സന്ദർശിച്ച അധികൃതർ നെറ്റ് സ്ഥാപിക്കാൻ അളവെടുത്തു പോയതല്ലാതെ മാസങ്ങളായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. അടൂരിൽ തോടിന് കുറുകെയുള്ള ചെറിയ പാലത്തിൽ പോലും സംരക്ഷണ വേലി സ്ഥാപിച്ചിരിക്കെ ഏനാത്ത് കല്ലടയാറിന് കുറുകെയുള്ള വലിയ പാലത്തിന് സംരക്ഷണ വേലി തീർക്കാൻ ബന്ധപ്പെട്ടവർ മടിക്കുകയാണ്. ഏനാത്തു പാലത്തിൽ നിന്ന് ആളുകൾ ആറ്റിൽ ചാടി ജീവനൊടുക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 19കാരി പെൺകുട്ടി പാലത്തിൽ നിന്ന് ആറ്റിൽ ചാടിയിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അഗ്നിരക്ഷാസേനയും കൂടി പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി. മണ്ണടി സ്വദേശി 14കാരിയായ വിദ്യാർത്ഥി ആറ്റിൽ ചാടി മരിച്ചിരുന്നു. മനോവൈകല്യമുള്ള ആൾ പൊക്കം കുറഞ്ഞ കൈവരിയിൽ കയറിയിരിക്കുകയും ആറ്റിൽ വീഴുകയും ചെയ്തു. ഇയാൾ നീന്തി രക്ഷപ്പെട്ടു. അതിനു മുൻപ് വയോധികൻ പാലത്തിൽ നിന്ന് ആറ്റിൽ ചാടി. ആത്മഹത്യകളും അപകടങ്ങളുമായി 2 ഡസനിലേറെ കേസുകൾ 10 വർഷത്തിനകം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ അനാസ്ഥ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, ഏനാത്ത്.